അവിടെയാണ് നമ്മൾ ഡെപ്ത്. ബൈബിളിൽ 2 വാക്കുകൾ. യോഹന്നാൻ പറയും ഓർത്തു, ലൂക്കാ പറയും സംഗ്രഹിച്ചു. അർത്ഥം ഒന്നേ ഉള്ളൂ, ധ്യാനിച്ചു. നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് അല്പസമയം കിടക്കപ്പാലിരുന്ന ആ ദിവസത്തെ ഓർത്ത് ധ്യാനിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കട്ടിലിരുന്ന് തമ്പുരാനെ ധ്യാനിക്കണം. ശാലോം ഷെക്കേന ഗുഡ്നസ് ചാനൽ ഇടയ്ക്കിടയ്ക്ക് ആരാധന കൂടിയും വചനം കേട്ടും നമ്മൾ ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരും. ക്ഷിപ്ര കോപം അലിഞ്ഞില്ലാതാവും. അനാവശ്യ വർത്താനം പറയാൻ തോന്നിയല്ല. കുറ്റം കാണാൻ വേണ്ടി കണ്ണു തുറക്കുകയല്ല. കുറ്റം കേൾക്കാൻ വേണ്ടി കാതും തുറക്കുകയല്ല. ദൈവത്തിൻ്റെ കാതും ദൈവത്തിൻ്റെ കണ്ണും ദൈവത്തിൻ്റെ നാക്കും നമുക്ക് കിട്ടും. ഇത്രയും പറഞ്ഞത് കിട്ടിയാൽ നിങ്ങൾ ജീവിക്കുന്ന ഭൂമി പർദീസയായിട്ട് മാറും. നമ്മൾ ധ്യാനിക്കണം. പലപ്പോഴും വികാരിച്ചന്മാർ പറയും, കൺമനുഷ്യന് 5000 പേര് 10000 പേര് കുർബാനയ്ക്ക് പഴയതുപോലെ 4, 3, 7 പേര്. ഈശോയ്ക്കാണോ ധ്യാന ഗുരുക്കന്മാർക്കാണോ പ്രാധാന്യം? കൺവെൻഷനാണോ വിശുദ്ധ കുർബാനയ്ക്കാണോ പ്രാധാന്യം? ഇവിടെയാണ് നമ്മൾ ധ്യാനിക്കണം. ഒരു പള്ളിയിൽ അണ്ണാൻ്റെ വരവ് അപാരം. അണ്ണാൻ വന്ന് കാർപ്പറ്റ് വെട്ടി കയറ്റുക വെട്ടി. അണ്ണാൻ സാവധാനം അൾത്താരവരി വെട്ടാൻ വേണ്ടി വന്നപ്പോൾ പ്രായമുള്ള വികാരിച്ചന് അരിശമായി. അച്ഛൻ മിഷേലികൾ ബാലിക ഗ്രൂപ്പ് വിൽസൻ്റ് പോൾ പിതൃവേദി മാതൃഭൂമി അസോസിയേഷൻ എല്ലാവരും ഒരു മീറ്റിംഗ് വിളിച്ചു. 100 പേർ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അച്ഛൻ പറഞ്ഞു, അണ്ണാൻ്റെ ശല്യം അപാരം. ഈ അണ്ണാൻ്റെ ശല്യം നിർത്താൻ, പള്ളിയിലെ വരവ് നിർത്താൻ എന്താ മാർഗം? കൊച്ചു കുഞ്ഞുങ്ങൾ പറഞ്ഞു, പള്ളിയിൽ നിന്ന് തെറ്റാലും മേടിച്ച് തന്നാൽ മതി, ഞങ്ങൾ തെറ്റി കൊന്നോളാം. ചെറുപ്പക്കാർ പറഞ്ഞു, ഏറുകൾ തന്നാൽ മതി, ഷൂട്ട് ചെയ്തോളാം. കാരണന്മാർ പറഞ്ഞു, അടിച്ചു മയക്കി ചാക്കിൽ കെടി കടലിൽ കൊണ്ട് കയറിയ അണ്ണാൻ്റെ വരവ് നിർത്താം. അപ്പോൾ 80 വയസ്സുള്ള ഒരു അങ്കിൾ പറഞ്ഞു, വെടി വെച്ചാലോ വിഷം വെച്ചാലോ അടിച്ചു മയക്കിയാലോ അണ്ണാൻ്റെ വരവ് നിൽക്കുകയല്ല. അണ്ണാൻ്റെ പള്ളിയിലുള്ള വരവ് നിൽക്കാൻ ഒരു മാർഗമേ എന്നെ 82 വർഷത്തെ ജീവിതത്തിൽ ഞാൻ കാണുന്നുള്ളൂ, ഒരേ മാർഗം. എല്ലാവരും എന്താ അങ്കിൾ? അദ്ദേഹം പറഞ്ഞു, എല്ലാ അണ്ണാനെയും പിടിച്ച് മാമോദീസ മുക്കുക. പിന്നെ വർഷത്തിൽ 3 പ്രാവശ്യമേ അണ്ണാൻ പള്ളി വരുള്ളൂ. ഈസ്റ്റർ, ക്രിസ്മസ്, ഗുഡ് ഫ്രൈഡേ 3 പ്രാവശ്യം വരുള്ളൂ. ഈസ്റ്റർ, ക്രിസ്മസ്, ഗുഡ് ഫ്രൈഡേ. ഒഴുകൂരിലും പുറവരായാലും നമ്മുടെ പല പള്ളികളിലുമുണ്ട് ECG കത്തോലിക്ക എന്ന് പറയുന്ന ചില കെട്ടിയവന്മാരെ. 3 പ്രാവശ്യം വരും, ഈസ്റ്റർ, ക്രിസ്മസ്, ഗുഡ് ഫ്രൈഡേ. പിന്നെ ഓശാനിക്ക് പോവും. ഓല കെട്ടിയാൽ പെസഹാഴ്ച അപ്പത്തിൻ്റെ നെഞ്ചത്ത് മുറിച്ച് വെക്കാൻ ഒരു ഓലയുടെ അറ്റം കിട്ടും. അങ്ങനെയുള്ളവരുമുണ്ട്. ഇപ്പോൾ കുടുംബത്തിൽ പള്ളിയിൽ പോകണമെന്ന് പറയേണ്ടത് നിങ്ങളാണ്. കാരണം മാതാവിൻ്റെ പണി റിമൈൻഡറാണ്. മറിയം ഓർമ്മിപ്പിക്കുന്ന മറിയമാണ്. മോനെ, ഇവർക്ക് വീഞ്ഞില്ല. ഓർമ്മിച്ചു കെട്ടിയവനോട്, ചേട്ടാ പെണ്ണിന് വയസ്സ് 26 കേട്ടോ. ഓർപ്പിക്കുന്ന അമ്മയാണ്. ഇതുപോലെ പൊന്നു മനുഷ്യ കുർബാനയ്ക്ക് പോകണം കേട്ടോ, മക്കളെ കൊന്തയല്ലണം കേട്ടോ. കാരണം ബൈബിളിൽ ഒരു സ്ത്രീയെ കാണാം. ആ സ്ത്രീയാണ് പറഞ്ഞത്, ദൈവത്തെ ഇല്ലാതാക്കരുത്. ആരാണ്? പീലാത്തോസിൻ്റെ ഭാര്യ ക്ലോഡിയ. ബൈബിളിൽ ഒരു കഥാപാത്രമുള്ള ക്ലോഡിയ. ക്ലോഡിയ പറഞ്ഞു, ആ നീതിമാനെ കൊല്ലരുത്. ഈ വാക്ക് ഒരമ്മ ഭാര്യ ആവർത്തിക്കണം. ഒരു ഭാര്യ ഭർത്താവിനോട് പറയണം, കർത്താവിനെ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ കുമ്പസാരം വേണ്ടെന്ന് വെക്കരുത്, കുർബാനയ്ക്ക് പോകാതിരിക്കരുത്, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് എത്താതിരിക്കരുത്, കർത്താവിനെ കൊല്ലരുത്. കുഞ്ഞുങ്ങളോട് കുരിശ് വരയ്ക്കണം, പള്ളിയിൽ പോകണം, ദൈവവഴി നടക്കണം, ഇല്ലെങ്കിൽ ക്രിസ്തു മരിച്ച ജീവിതം, ക്രിസ്തുവിനെ കൊല്ലരുത്, ജീവിക്കാൻ അനുവദിക്കണം എന്ന് പഠിപ്പിക്കുന്നത് ഒരു അമ്മയാണ്. ആണ് പീലാത്തോസിന്റെ ഭാര്യ ക്ലോഡിയ. മറിയം പറഞ്ഞു, ഇവർക്ക് വീഞ്ഞില്ല. അപ്പം നമ്മളും ഇങ്ങനെ സഹായിയായി ഓർമ്മിപ്പിക്കണം. ഓ, മിണ്ടാനൊരു ഇഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാം മിണ്ടാന ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ഒരമ്മ പറയണം നന്മയുടെ വഴികൾ. കെട്ടിയവൻ കോപിച്ചാലും ശോഭിച്ചാലും ഒരു ഭാര്യ പറയണം ചെയ്യേണ്ട കാര്യങ്ങൾ. ഇവിടെയാണ് സഹായി, ഒരു സഹായി. അപ്പം അമ്മ ആനന്ദിച്ചു. 1 ശ്രവിച്ചു, 2 സ്വീകരിച്ചു, 3 ധ്യാനിച്ചു, 4 മാംസം ധരിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ശ്രവിച്ച വചനത്തെ അമ്മ ജീവിതത്തിൽ കൊണ്ടുവന്നു. ശ്രവിച്ച വചനത്തെ അമ്മ ജീവിതത്തിൽ കൊണ്ടുവന്നു. എന്നാൽ അമ്മ വചനം മാംസം ധരിച്ചു. നമ്മൾ കേൾക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ പ്രവൃത്തി കൊണ്ടുവരിക. കൊച്ചു കാര്യമായിരിക്കാം, ചെറിയ കാര്യം പ്രവൃത്തി കൊണ്ടുവരിക. അത് ഭർത്താവ് കാണണം, അത് മക്കൾ എല്ലാവരും കാണണം. ലോകത്തിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന്
ആദ്യമായിട്ട് ഒരാളെ ബഹിരാകാശത്തേക്ക് അയച്ചത് ഇന്ത്യ കണ്ട ഏറ്റവും സാമർത്ഥ്യമുള്ള പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും മിടുക്കിയായ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അത് കോൺഗ്രസ്സുകാരെ പറയുന്നില്ല, ഈവൻ രേഖകൾ അവർ പറയും 1960 90 ഇടയിൽ ലോകത്തെ സ്വാധീനിച്ച 3 സ്ത്രീകൾ. 1 ഇസ്രയേലിൽ ഗോൾഡ മേയർ, 2 ഇംഗ്ലണ്ടിൽ മാർഗരറ്റ് താച്ചർ, 3 ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി. 3 സ്ത്രീകൾ ലോകത്തെ സ്വാധീനിച്ചു, ലോക സംസ്കാരത്തെയും ചരിത്രത്തെയും സ്വാധീനിച്ചു. ഇസ്രയേലിൽ ഗോൾഡ മേയർ, ഇംഗ്ലണ്ടിൽ മാർഗരറ്റ് താച്ചർ, ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി രാകേഷ് ശർമ്മയെ ബഹിരാകാശത്തേക്ക് അയച്ചു. അപ്പോൾ ബഹിരാകാശ പേടകത്തിൽ രാകേഷ് ശർമ്മ ഇരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി കേബിൾ പോലോട് ചോദിച്ചു, രാകേഷ് ഹമാര ഭാരത് കൈസേ ഇന്ത്യ കണ്ടൽ എങ്ങനെയുണ്ട്? രാകേഷ് ശർമ്മ പറഞ്ഞു, മാഡം ഹമാര ഭാരത് സാരേ ജഹാംസെ അച്ഛ. നമ്മുടെ ഇന്ത്യ ലോകത്ത് കാണാൻ ഏറ്റവും ഭംഗിയുള്ളതാണ്. 2025 വർഷം മുമ്പ് പിതാവായ ദൈവം ഗബ്രിയേൽ മാലാഖയോട് പറഞ്ഞു, എനിക്ക് മനുഷ്യനായി ജനിക്കുവാൻ ശുദ്ധിമതിയായ ഒരു സ്ത്രീയുടെ ഗർഭപാത്രം വേണം. നോക്ക്, ഗബ്രിയേൽ മൊത്തം നോക്കിയപ്പോൾ നസത്തിൽ മുട്ടൂറ്റി കാണിക്കുന്ന മറിയത്തെ കണ്ടു. അപ്പോൾ ഗബ്രിയേൽ ഹിന്ദിയിൽ തന്നെ പറഞ്ഞു കാണും, മേരി സാരേ ജഹാംസെ അച്ഛ. നന്മ പറഞ്ഞവിടെ സൃഷ്ടി കർത്താവിനോടുകൂടെ. ഇന്ന് ഹിന്ദിയുടെ കാലഘട്ടമാണ്. അമിത്ഷാ പറഞ്ഞു എല്ലാവരും ഹിന്ദി പഠിക്കണം, കാരണം അദ്ദേഹത്തിന് അറിയാവുന്ന ഏക ഭാഷ ഹിന്ദി മാത്രമാണ്. ഹിന്ദിയുടെ ട്യൂഷനും കൂടെ നമ്മുടെ നാട്ടിൽ ആൻറ്റിമാർ, റിട്ടയേർഡ് ഹിന്ദി മാഷുമാർ ട്യൂഷൻ പഠിപ്പിക്കുന്നു. അമ്മച്ചി മേം ആദ്യം വന്നാൽ അവസാനം എന്നാ വെക്കും ഹും പേര് പറ. മേര അന്നമ്മ ഹും. തും വന്നാലേ ഹോ, തും പോൻ ഹോ, മേ അന്നമ്മ ഹും. മേം വന്നാൽ ഹും, തും വന്നാൽ ഹോ. എങ്കിൽ ആപ്പ് വന്നാൽ എന്നാ വെക്കും. സാറന്മാരെ ഞങ്ങളതുപോലെ തിരിച്ചു വെക്കും. ഹിന്ദിയുടെ കാര്യം. തമിഴ്നാട്ടിൽ നിന്ന് ഒരു തമിഴൻ ഡൽഹി കാണാൻ ഡൽഹിയിൽ ഈ തമിഴൻ ചെല്ലുമ്പോൾ ഹിന്ദിക്കാരൻ ഡ്രൈവറാണ് ടൂറിസ്റ്റ് ഗൈഡ്. അവന് ഹിന്ദി മാത്രം അറിയാം, പിന്നെ തമിഴ് അറിയാം. ഇവൻ ആക്ഷൻ കാണിച്ച് ഹിന്ദിക്കാരൻ ഗൈഡോട് ചോദിച്ചു, ഉനക്ക് ഇന്ത്യ ഗേറ്റ് തെരിയുമാ? നിങ്ങൾക്ക് ഇന്ത്യ ഗേറ്റ് അറിയാവോ? ഹിന്ദിക്കാരൻ മനസ്സിലായി, ഇന്ത്യ ഗേറ്റ് തെരിയുമാ, ഇന്ത്യ ഗേറ്റിൻ്റെ അമ്മയാണ്. അവനങ്ങനെ മനസ്സിലായത്. അവൻ പറഞ്ഞു, ഇന്ത്യ ഗേറ്റ് തെരിയുമാ, കുത്തപ്പനാർ നേരാ ബാപ്പാന്നും പറഞ്ഞ് അവന് ഓടിച്ചെന്ന. ഇവിടെയാണ് മേരി സാരേ ജഹാംസെ അച്ഛ. നന്മ പറഞ്ഞവിടെ സ്വസ്തി കർത്താവ് മുന്നോടുകൂടി. ഇവിടെ അമ്മ ആനന്ദിച്ചു. സുവിശേഷകനായ ലൂക്ക പറയുന്ന 5 കാര്യങ്ങൾ ഈ ഉച്ചവെച്ച സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഞാനൊന്ന് പതിപ്പിക്കട്ടെ. 1, ഒരു അമ്മയ്ക്ക് ആനന്ദിക്കണമെങ്കിൽ, ഒരമ്മയ്ക്ക് സന്തോഷിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ദൈവം തൊട്ട ജീവിതമാകണം. ലൂക്ക 1:26 The touch of eternity. നിത്യത നശ്വരതയെ തുടർന്നു, സ്വർഗം ഭൂമിയെ തുടർന്നു, ദൈവം മനുഷ്യനെ തുടർന്നു. അവിടെയാണ് ആനന്ദം. ലൂക്ക 1:26 മുതൽ വാക്യങ്ങൾ. മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ കൊടുത്തപ്പോൾ മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, ഇഷ്ടം പോലെ നടക്കട്ടെ. ആ നിമിഷത്തിൽ ദൈവം മനുഷ്യനെ തൊട്ടു. മറിയത്തെ തൊട്ടത് പ്രാർത്ഥിക്കാൻ ഇരുന്ന് കൊടുത്തപ്പെടാം. നമ്മളെയും ദൈവം തുടർന്നു. 100 കൂട്ടം യാത്രകൾക്കിടയിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരമ്മ സമയം കണ്ടെത്തണം. മക്കളെ പ്രേരിപ്പിക്കണം, ഭർത്താവിനെയും പ്രേരിപ്പിക്കണം. 100 കൂട്ടം യോഗങ്ങൾക്കിടയിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് വീഴ്ച വരുത്തരുത്. ദിവസവും ഒരമ്മ ബൈബിള് വായിക്കണം. ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരത്തിന് പോകണം. ദൈവം തൊടാനുള്ള അവസരം മുഴുവൻ കളയാതെ സൂക്ഷിക്കണം. ദൈവം തൊടുമ്പോൾ നമുക്ക് ആനന്ദമാണ്. കാരണം ഒരാളെ ദൈവം തൊടുമ്പോൾ ആൾക്ക് ഒരു ബോധ്യം കിട്ടും. എന്താ ബോധ്യം? ഇത് സ്ഥിരമായ സ്ഥലമല്ല, ഇത് വാടക വീടാണ്. ഉൽപ്പത്തി 2:10 ആദം ഹവ്വ നിങ്ങൾ ഏതും തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാണ്, ഉടമസ്ഥരല്ല. നിങ്ങൾ ഏതും തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാണ്, ഉടമസ്ഥരല്ല. ഞാൻ എൻ്റെ വീടിൻ്റെ ഉടമസ്ഥയല്ല, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഉടമസ്ഥയല്ല, ഞാൻ എൻ്റെ മക്കളുടെ ഉടമസ്ഥയല്ല. വെറും കാവൽക്കാരും സൂക്ഷിപ്പുകാരും. നിങ്ങൾക്ക് എത്ര പണമുണ്ടെങ്കിലും എത്ര വലിയ വീടുണ്ടെങ്കിലും നിങ്ങളുടെ വീടല്ലല്ലോ. അതുകൊണ്ടല്ലേ സർക്കാരിന് ടാക്സ് കൊടുക്കണം. വാടക വീട്ടിലെ താമസക്കാരാണ് നമ്മൾ. എത്രയൊക്കെ തോട്ടമുണ്ടെങ്കിലും സ്ഥലമുണ്ടെങ്കിലും നിങ്ങളുടെ സ്വന്തമല്ല. സ്ഥലത്തിന് കരം, വീടിന് കരം. നമ്മൾ കരം കൊണ്ട് ജീവിക്കുന്ന വാടകക്കാരാണ്.
ഈ ഒരു ഉറപ്പാണ് ദൈവം തൊടുമ്പോൾ ഒന്നും സ്ഥിരമല്ല. ലെബനീസ് മിസ്റ്റിക്കായ ഖലീൽ ജിബ്രാൻ പ്രവാചകരുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി: മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങളാകുന്ന വില്ലിൽ നിന്നും വില്ലാളിയായ ദൈവം വെച്ച അമ്പുകളാണ് നിങ്ങളുടെ മക്കൾ. വില്ലിനെയും അമ്പിനെയും വില്ലാളിയായ ദൈവം സ്ഥിരിക്കുന്നു. അറിയാമല്ലോ, മനോഹരമായൊരു വീട് എനിക്ക് ഉരുവൂരിലുണ്ട്. സുന്ദരമായൊരു വീട്, കഷ്ടപ്പെട്ട് പണം ശേഖരിച്ച് നിലനിർത്ത ഒന്നാന്തരം വീട്. ഈ ദിവസങ്ങളിൽ പിറവത്ത് രാജാക്കന്മാരുടെ പള്ളിയിടവയിൽ ഏതോ ഒരു ജ്ഞാനായ അമ്മ ഒരു പെണ്ണിനെ പ്രസവിച്ചു. 25 വർഷം കഴിയുമ്പോൾ അവൾ ഉരുവൂർ വീട്ടിലെ മകൻ്റെ അവകാശിയായിട്ട് മാറും. നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് ഭാഗ്യമില്ലെങ്കിൽ ആ പിറവൻകാരി ഉരുവൂരുകാരി അമ്മയുടെ കാലെ പിടിച്ച് വലിക്കും, പോരുകുത്തും, ഇറക്കി വിടും. വെറും തൽക്കാല കൂടാരത്തിലെ താമസക്കാരി മാത്രം. എത്രയോ ജീവിതം നമ്മൾ കാണുന്നു. ലോൺ എടുത്ത പണ്ട് വീട്ടിൽ നിന്നും മകനും മകൻ്റെ ഭാര്യയും ഇറക്കി വിട്ട അപ്പനന്മാരെ കണ്ടിട്ട് നിങ്ങളുടെയും പ്രതാപവും പ്രൗഢിയും സൗന്ദര്യമൊന്നും നിത്യകാലം നിൽക്കുകയല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ദൈവം ഒരു പാഠം പഠിപ്പിക്കും. ഇവരിലൂടെ ഒരപ്പൻ കഷ്ടപ്പെട്ട് വീട് പണ്ട അപ്പനാണ്. ആ അപ്പൻ മരിച്ചു. അപ്പൻ്റെ ശവം എടുക്കുമ്പോൾ ഏതെങ്കിലും മോനോർക്കോ, ദൈവമേ, കഷ്ടപ്പെട്ട് ബലപ്പെടുന്ന അപ്പനല്ലേ, ഒന്നുകൂടെ അപ്പനെ കട്ടിലെ കൊണ്ട് കിടത്തിയിട്ട് കൊണ്ടുപോകാം. ഈ മക്കളൊക്കെ നോക്കുക, അപ്പോൾ മഴക്കാറുണ്ട്, മഴ പെയ്യുന്നു, കൊതുക് വരുന്നു, സമയം പോലും കുഴിച്ചിട്ടാൽ മതി. ഏതും മരണം എത്രയേ ഉള്ളൂ. മാർപ്പാവാക്കി പ്രായം ചെന്നാലും കൂടെയുള്ള കർത്തനാൾമാർ പറയും, ഒന്ന് ചത്തി കിട്ടിയാൽ മതി. ഞാൻ കണ്ട പാഠങ്ങൾ, ഒരു മെത്രാൻ എത്ര മിടുക്കനാണേലും ക്ഷീണിച്ച് കിടക്കട്ടെ, എല്ലാവരും മൊത്തയിലും സന്തോഷകരമായ മരണത്തിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരമ്മ അപ്പൻ ഇന്ന് നാട് നിറഞ്ഞു നിൽക്കുക. നിങ്ങൾ കുറേ നാൾ കിടക്കെ കാണാം. പ്രിയപ്പെട്ട മക്കൾ, പാൽപൊട്ടിയ മക്കൾ, വന്നു കയറിയ മരുമക്കൾ, നിങ്ങൾ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ശല്യം പോട്ടെ എന്ന് പറയും. അത്രേ ജീവിതമുള്ളൂ. ജീവിതം പഠിപ്പിക്കുന്ന പാഠങ്ങളുണ്ട്. അവിടെയാണ് ദൈവം തൊടുമ്പോൾ അറിയാം, ഇതും കടന്നു പോകും, സാരമില്ല, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, ഇത് കടന്നു പോകും, ഒന്നും ശാശ്വതമല്ല. അത് തിരിച്ചു കിട്ടും.